ആഷികേട്ട, ഈ അടുത്ത് വന്ന വാർത്ത ശ്രദ്ധിച്ചായിരുന്നോ? CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അവസാനം കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്ന വാർത്ത. അപ്പോൾ ഇനി അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല, തെറ്റ് തിരുത്തുക, മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇനി സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിലുള്ള ഒരു കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊക്കെ ഇനി നോക്കിക്കാണുന്നത് ഇതിന് ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നുള്ളതാണ്. കേന്ദ്ര കമ്മിറ്റി ഉൾപ്പെടെ പറഞ്ഞിരുന്നു തോൽവിയുടെ ഉത്തരവാദിത്തം സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കണം. അതിലിനി സംസ്ഥാന കമ്മിറ്റിയിലെ നേതൃത്വത്തിലുള്ള ആര് ഏറ്റെടുക്കും എന്നുള്ളതാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അല്ലേ? ഈ CPM-ന്റെ തെറ്റ് തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കൃഷ്ണേന്ദു പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ എന്താണെന്നറിയോ, നമ്മൾ ഈ മാന്നാർ മത്തായി സിനിമയില്ലേ, മാന്നാർ മത്തായി സ്പീക്കിംഗ് സിനിമ, അതിൽ നമ്മൾ ഈ അവര് ഫോൺ ചെയ്യില്ലേ, അതായത് നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടിട്ടില്ലേ, പുറപ്പെട്ടു അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഇത് ഈ ഒരു പ്രസ്താവന, അതായത് ഈ ഒരു പ്രയോഗം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് CPM പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തെറ്റിയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, തെറ്റിയിരുത്തി തിരിച്ചു വരുന്നു, തിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, അതായത് നല്ല പാതയിലാണ് അല്ലെങ്കിൽ സന്മാർഗത്തിന്റെ പാതയിലാണ് CPM എന്ന് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ മുമ്പ് ചെയ്തത് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ CPM-ന്റെ മുഖത്തോ അല്ലെങ്കിൽ അവരുടെ CPM പാർട്ടി നേതാക്കളുടെ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളുടെയോ മുഖത്ത് നോക്കി പൊതുജനങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷത്തായിരുന്ന കഴിഞ്ഞ പ്രതിപക്ഷവും എല്ലാം അല്ലെങ്കിൽ പൊതുജനമടക്കം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ തെറ്റ് തിരുത്തണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു പോയിന്റിൽ നിന്നുള്ള ഒരു ഭരണമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരാളാണ് CPM-നെ എല്ലാം നയിക്കുന്നത്, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന CPM എന്നുള്ള ഒരു പാർട്ടി ഒരാളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കാലങ്ങളായി ഈ CPM-ന്റെ നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് ബോധോദയം ഉണ്ടാകാൻ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് ബോധോദയം ഉണ്ടാകാൻ കേന്ദ്ര കമ്മിറ്റി ഈ ഒരു വിമർശനം ഉന്നയിക്കേണ്ടി വന്നു. അവിടെയാണ് ഈ ഒരു CPM എത്ര അപജയത്തിലാണെന്നുള്ള കാര്യം നമുക്ക് പൊതുജനങ്ങൾക്കടക്കം മനസ്സിലാകാൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിലിനി തെറ്റ് തിരുത്തുക എന്ന് പറയുമ്പോൾ ഏത് മാർഗത്തിലൂടെ ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിനി നോക്കിക്കാണാം. ഇനി വിശാലമായിട്ടുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം ഉൾപ്പെടെ സെപ്റ്റംബർ മാസം ചേരാനിരിക്കുകയാണ്. അപ്പോൾ അതിലുൾപ്പെടെ ഇനി ഏത് രീതിയിലായിരിക്കും ഇതിന്റെ ചർച്ച വരിക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഇതിലിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അവരുന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിണറായി വിജയനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ രീതിയിലുള്ള പാളിച്ച സംഭവിച്ചു. PM ശ്രീ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് അവ്യക്തതയുണ്ടായി. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചിട്ടായിരിക്കുമല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. PM ശ്രീ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇത് ആരുടെയെങ്കിലും ഒക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നോ, ആരുടെയെങ്കിലും ഒക്കെ എന്താ പറയാ മാത്രം ഒരു താല്പര്യത്തിന്റെ പേരിലായിരുന്നോ ഈ PM ശ്രീയെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഇനി സംസ്ഥാന കമ്മിറ്റി വിശാലമായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചിലപ്പോൾ ഒരു കാര്യം മാത്രമായി ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തെറ്റ് തിരുത്താൻ ഏറ്റവും കൂടുതൽ ഇനി അവർക്ക് മുന്നിലുള്ളൊരു മാർഗം ജനങ്ങളുമായി കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. വീട് കയറിയുള്ള പ്രചരണങ്ങൾക്ക് പുറമെ ജനങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാനുള്ള പ്രവർത്തനങ്ങളാണ് CPM ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ CPM-ന്റെ വീട് കയറിയുള്ള പ്രചരണം കഴിഞ്ഞ ഒരു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവർ പകുതി വഴിക്ക് വെച്ചത് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ CPM സംസ്ഥാന സമിതിയിലുള്ള ഒരു കണ്ണൂർ സ്ക്വാഡ് ഉണ്ട്. ഈ ഒരു കണ്ണൂർ സ്ക്വാഡിന്റെ അല്ലെങ്കിൽ കണ്ണൂർ കോക്കസിന്റെ ആ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സമിതിയെ മുഴുവനായി മറ്റുള്ളവർക്ക് മുന്നിൽ വിമർശനത്തിന് വിധേയരാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഇതുവരെ കൊണ്ടു നടന്നിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് നേതാക്കന്മാർ ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങളായിരുന്നു അതായത് നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും CPM-ന്റെ ഓരോ ജില്ലകളിലും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി നേതൃത്വങ്ങൾ എടുത്തിട്ടുണ്ട്. അവരുടെ പ്രദേശത്തോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള നേതൃത്വങ്ങളിലോ എടുക്കാൻ ഒരു സ്വാതന്ത്ര്യം ഇവർക്കുണ്ടായിരുന്നില്ല. എല്ലാം നയിക്കുന്നത് ഈ ഒരു കണ്ണൂർ സ്ക്വാഡാണ്. അതാണ് ഈ CPM-ന് ഏറ്റ കനത്ത അടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ ഉൾപ്പെടെ ചർച്ച ചെയ്യുമ്പോൾ കണ്ണൂർ ഉൾപ്പെടെ സംസാരിക്കുന്നവർ പുറത്തു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇപ്പോൾ TK ഗോവിന്ദനും കൃഷ്ണനും ഉൾപ്പെടെയുള്ള അവരുടെയൊക്കെ വാർത്തകൾ നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ട വാർത്ത
ഈ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ ചെമ്മീൻ ഷെഡിന് ടി ഐ മധുസൂദനന്റെ ആളുകൾ തീയിട്ടു എന്നുള്ളത്. അപ്പോൾ ഉപജീവന മാർഗം വരെ തകർക്കുന്ന, പേഴ്സണലി വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് കൂടെ അവർ പെരുമാറുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ ടി.കെ. ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും അടക്കം നമ്മുടെ ജി സുധാകരൻ ഉൾപ്പെടെ പാർട്ടിയുടെ മുഖമായിരുന്ന ആളുകളാണ്. ഇവരൊക്കെ തന്നെയും പാർട്ടിയിലെ തന്നെ ചില കാരണങ്ങൾ കൊണ്ട് പുറത്തുപോയി. ഇനി പുറത്തുപോയവരെ പകപോക്കലിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിച്ച് ഇതിന് ശേഷവും, തെരഞ്ഞെടുപ്പ് തോൽവിയൊക്കെ വന്നു, ചരിത്ര ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേറ്റിട്ടും ഇവർ ഇത്തരം കാര്യങ്ങളിലേക്ക് തന്നെ മാറിപ്പോകുകയാണ്. അപ്പോൾ ഇത് കൂടുതൽ ജനങ്ങളിൽ നിന്ന് അകൽച്ച ഉണ്ടാക്കുന്നതിന് വലിയൊരു ഫാക്ടറായിട്ട് തന്നെ മാറും. ഈ ജനങ്ങളിൽ നിന്നുള്ള അകൽച്ച മാത്രമല്ല കൃഷ്ണന്തു, അതായത് ഈ CPM-ൽ തന്നെ 2 ചേരിയാണെന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിക്ക് സമർപ്പിച്ച ഒരു MABP സമർപ്പിച്ച ആ റിപ്പോർട്ട്, അതായത് MABP അടക്കമുള്ളവർ ഈ ഒരു CPM-ൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള ഒരു സെപ്പറേറ്റ് ചേരിയായിട്ട് ഒരു 2 ഘടകമായിട്ട് തിരിഞ്ഞ ഒരു സാഹചര്യമാണ്. അതായത് ചില ആൾക്കാർ അവരുടെ താല്പര്യത്തിന് വേണ്ടി പാർട്ടിയെ വളച്ചൊടിക്കുമ്പോൾ അതിൽ അസംതൃപ്തരായ കുറച്ച് CPM അല്ലെങ്കിൽ കാലങ്ങളായി ഈ ഒരു പാർട്ടിയിൽ പിന്തുടരുന്നവർ, അവർ ശരിക്കും അസംതൃപ്തരാണ്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന അമർഷവും കാര്യങ്ങളും എല്ലാം ഈ ഒരു CPM എന്നുള്ള പാർട്ടിക്ക് 2 ചേരിയായിട്ടുള്ള വരാൻ ഏറ്റവും വലിയ കാരണമായത്. ഇതെല്ലാം കൊണ്ടും ഈ ഒരു മുറവിളികളെല്ലാം ചെന്ന് എത്തുന്നത് CPM-ന് ഒരു നേതൃമാറ്റം തീർച്ചയായും വേണം. അത് നടക്കാതെ ഈ CPM-ന് മറ്റൊരു മുന്നേറ്റം ഉണ്ടാവില്ല. അത് മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയ MV ഗോവിന്ദന് ഒരു കാരണവശാലും ആ ഒരു സംസ്ഥാന സെക്രട്ടറി പദവിയിൽ തുടരാൻ അർഹനല്ല എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നു വരുന്നത്. അത് മാത്രമല്ല, ഏറ്റവും കഴിവുകെട്ട മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാമാണ്, അല്ലെങ്കിൽ നറേറ്റീവുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമായാലും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോട് പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ഷുഭിതനായിട്ടുള്ള ഒരു പെരുമാറ്റം, മീഡിയാസിനോടുള്ള ഒരു പെരുമാറ്റം, കൂടാതെ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്ന ഒരു പെരുമാറ്റം, കൂടാതെ CPI-യെ തഴഞ്ഞുകൊണ്ട്, അതായത് ഉപനേതാവ് പദവി, പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ CPI-യെ തഴഞ്ഞുകൊണ്ടുള്ള കീഴ്വഴക്കങ്ങൾ പിടിച്ചുകൊണ്ടുള്ള CPM-ന്റെ മുന്നോട്ടുള്ള യാത്ര, ഇതെല്ലാം CPM-നെ പൊതുജനങ്ങൾക്കിടയിലും അല്ലെങ്കിൽ സഖ്യകക്ഷികൾക്കിടയിലും ഒരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നേതൃമാറ്റം CPM-ന് അനിവാര്യമാണ്. ഇനി തിരിച്ചു വരാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം, ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒരു വലിയൊരു നേതൃമാറ്റം ഈ ഒരു CPM-ൽ സംസ്ഥാന സമിതി ഉൾപ്പെടെ എല്ലാത്തിലും ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഇതിൽ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് പിന്നെ വരുന്നത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരാജയം നമുക്ക് സംഭവിച്ചു എന്ന പരാമർശം കൂടെ റിപ്പോർട്ടിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വളരെ വിവാദപരമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നു. തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയെ തന്നെ നിർത്തുന്നതിൽ വളരെ വലിയ രീതിയിലുള്ള അമർഷം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പുറത്തു പറഞ്ഞവരൊക്കെ തന്നെയാണ് പിന്നീട് പാർട്ടിയിൽ നിന്നും മാറി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതി കൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശാലമായി ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിനകത്ത് ജില്ലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് മെമ്പർമാരും കൂടെ പങ്കെടുക്കും. ഇവിടെ തുറന്ന് സംസാരിക്കാനുള്ളൊരു വേദി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത് എത്രത്തോളം തുറന്ന് സംസാരിക്കും എന്നാണ് കൃഷ്ണേന്ദു പറയുന്നത്. കാരണം ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ, അതായത് ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ താഴെക്കിടയിലുള്ള കമ്മിറ്റികൾ നൽകിയ, അല്ലെങ്കിൽ അവർക്ക് അവമതിപ്പുണ്ടാക്കിയ, അല്ലെങ്കിൽ അവർക്ക് ഈ സംസ്ഥാന കമ്മിറ്റിയോടുണ്ടായിരുന്ന എതിർപ്പുകളെല്ലാം ഒരു റിപ്പോർട്ടാക്കി ജില്ലാ കമ്മിറ്റിക്ക് അയക്കുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സമിതിയിലേക്ക് എത്തുന്നു. പക്ഷേ ഇവരുടെ എതിർപ്പുകളോ അല്ലെങ്കിൽ ഇവരുടെ നിർദ്ദേശങ്ങളെല്ലാം വെട്ടിയതിനു ശേഷം ഈ സംസ്ഥാന സമിതിക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം സ്വീകരിച്ചാണ് ആ റിപ്പോർട്ട് അവിടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരുടെ എല്ലാം അഭിപ്രായങ്ങൾ എങ്ങനെ സംസ്ഥാന സമിതി ഉൾക്കൊള്ളുമെന്നാണ് ഇനി കാണേണ്ടത്. ഇനി എന്താണെങ്കിലും അത് നോക്കിക്കാണേണ്ട ഒരു വസ്തുത തന്നെയാണ്. തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാവുക എന്നുള്ളത്. മറ്റ് പാർട്ടി പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊക്കെ തന്നെ അവർക്ക് വേദികളുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം വളരെ കുറവാണ്. സംസാരിക്കുന്നവർക്കെതിരെ വിഭാഗീയത തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങളൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കാണുന്ന ഒരു വസ്തുത കൂടെയാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇനി നോക്കിക്കാണേണ്ടത്
ഈ തിരഞ്ഞെടുപ്പിന്റെ തോൽവി ആര് കേന്ദ്രീകരിച്ചിട്ടെടുക്കും എന്നുള്ളതാണ്. ആ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം വലിയ തിരിച്ചടിയായി എന്ന റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുമ്പോൾ പിണറായി വിജയന്റെ മറുപടി എന്തായിരിക്കും അതിന്മേലുള്ളത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയ നോക്കിക്കാണേണ്ട ഒരു വാർത്ത തന്നെയാണ്.